ഇന്ന് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓണം എല്ലാവർക്കും ആഘോഷിക്കാനായിട്ട് പറ്റുമോ? ഓണം ആരൊക്കെ ആഘോഷിക്കണം, ആരൊക്കെ ആഘോഷിക്കരുത്? ഓണം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആണോ? അതുകൊണ്ട് ഓണം ആരൊക്കെ ആഘോഷിക്കണം, ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞ് ഇന്ന് ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുകയാണ്. കുറേ പേര് പറയുന്നു ഓണം എല്ലാവരും ആഘോഷിക്കരുത്, മറ്റു ചിലർ പറയുന്നു ഓണം ആഘോഷിക്കാം, കുഴപ്പമില്ല. ഇതെല്ലാം കേട്ടിട്ട് സാധാരണക്കാരായ മനുഷ്യർ ആകെപ്പാടെ അങ്കലാപ്പിലായിരിക്കുകയാണ്. ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്ന്. സ്നേഹമുള്ളവരെ, ഓണം യഥാർത്ഥത്തിൽ എന്താണ്? എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന 50 വയസ്സിനും 60 വയസ്സും 30, 40 ഒക്കെ വയസ്സുള്ളവരാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 30 വർഷം 20 വർഷം പുറകോട്ട് ഒന്ന് പോയി നോക്കുക. അന്ന് നമ്മളൊക്കെ ഓണം ആഘോഷിച്ചിരുന്നു. അന്ന് ഇങ്ങനെയുള്ള ഒരു തർക്കങ്ങളുമില്ലായിരുന്നു. അന്ന് നമ്മൾ ഊഞ്ഞാലാടുന്നു, സദ്യ ഉണ്ടാക്കി നമ്മുടെ വീടുകളിൽ കഴിക്കുന്നു. ഓണമാകുമ്പോൾ 10 ദിവസം എല്ലാവർക്കും അവധി കിട്ടും. കുട്ടികൾക്ക് അവരന്യോന്യം ഓടിക്കളിക്കുന്നു, ഊഞ്ഞാലാടുന്നു, തുമ്പി കളിക്കുന്നു, ആർപ്പോ വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. രാത്രി വൈകി വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം അടുത്ത ദിവസം ആകാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിനങ്ങളായിരുന്നു പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും ഓണം. അന്ന് ഇന്ന ആളുകൾക്ക് മാത്രം ഓണം എന്ന് നീക്കി വെച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ ആഘോഷിച്ചിരുന്നു. ഈ വീട്ടിൽ ഊഞ്ഞാലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഊഞ്ഞാലുണ്ടെങ്കിൽ അവിടെ പോയി ആടും. ഈ വീട്ടിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അത് ഇപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൊണ്ടിരുന്ന ഓണം എങ്ങനെയാണ് ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി തീരുന്നത്? ആരാണ് ഇതിനെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമാക്കി വെച്ചത്? യഥാർത്ഥത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാം അറിയാം. ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമാണ്. അതിനപ്പുറത്തോട്ട് ഓണത്തിന് ബാക്കി ഒന്നുമില്ല. പിന്നെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മഹാബലി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അതൊന്നും നമ്മുടെ ചിന്തകളല്ല. മഹാബലി ജീവിക്കോ ജീവിക്കാതിരിക്കോ അതൊക്കെ ചരിത്രകാരന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകണ്ട. എന്നാൽ അന്ന് അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നെന്നും ആ കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയിരുന്നെന്നും അന്ന് ആമോദവും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്നിരുന്ന ഒരു ദേശമുണ്ടായിരുന്നെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നും കാണം വിറ്റും ഓണമുണ്ണണം. അതായത് ആ ദിവസങ്ങൾ എല്ലാം മറന്ന് സന്തോഷിക്കണം. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഈ ഓണം എന്ന് പറയുന്നതിന്. അതിനെ ഇന്ന് പല വിധത്തിലും ഇന്ന് അതിനെ ഭാഷവൽക്കരിച്ചു. അത് ഇന്ന ആളുകളുടെയാണ്, ഇന്ന ആളുകൾ അതിനെ ആഘോഷിക്കാനായിട്ട് പറ്റുകയില്ല, അത് തെറ്റാണ് എന്നൊക്കെ നമ്മൾ ഇന്ന് നമ്മളെ തന്നെ വേർതിരിച്ച് പൊക്കൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ഓണം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം ചിന്തിക്കുക, ഇത് നമ്മുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ദേശീയ ആഘോഷമാണ്. അതിനപ്പുറത്തോട്ട് അതിനെക്കുറിച്ച് മറ്റൊന്നും കാണാതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.